ജലം പോലും അമാനത്താണ്. വെള്ളം അമാനത്താണ്. പാലക്കാട് ജില്ല കേരളത്തിലെ ഏറ്റവും വലിയ ചൂടുള്ള പ്രദേശമാണ് പാലക്കാട് ജില്ല. ഈ പാലക്കാട് ജില്ലയിൽ എന്റെ പ്രിയപ്പെട്ടവരെ അതികഠിനമായ ചൂട് നിലനിൽക്കുമ്പോഴും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത മാർച്ച് മാസം 22-ാം തീയതി വേൾഡ് വാട്ടർ ഡേ എന്നാണ്. വേൾഡ് വാട്ടർ ഡേ എന്ന് പറഞ്ഞാൽ ലോക ജലദിനം ഇന്നാണ്. ലോക ജലദിനം ഇന്നാണ്. മാർച്ച് മാസം 22-ാം തീയതി 1993 മാർച്ച് മാസം 22-ാം തീയതിയാണ് ഇത് ലോക ജലദിനമായി ഈ ദിവസത്തെ പ്രഖ്യാപിച്ചത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം, വെള്ളം എന്ന് പറയുന്നത് ഇന്ന് ജലദിനമാണ്. അള്ളാഹു നമുക്ക് നൽകിയ ജലം അത് അമാനത്താണ്. ഒരു 10 മിനിറ്റ് എന്റെ പ്രിയപ്പെട്ടവര് സാന്ദർഭികമായിട്ട് ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ്. വെള്ളം അതില്ലാതെ ലോകമില്ല. വെള്ളം അതില്ലാതെ ലോകമില്ല. ഓരോ ദിനം വരുമ്പോഴും, ഇപ്പോ വൃദ്ധദിനം, വനിതാ ദിനം, അതുപോലെ തന്നെ വനിതാ ദിനത്തിന്റെ അന്നാണ് കമാൽ പാഷ ഒരു ഫത്വ പിടിച്ചത്. അതുപോലെ തന്നെ വനിതാ ദിനം, ശിശുദിനം, അതുപോലെ തന്നെ പല ദിനങ്ങളുണ്ട്. ഇന്നത്തെ ദിനത്തിന്റെ പ്രത്യേകത ലോക ജലദിനമാണ്, വേൾഡ് വാട്ടർ ഡേ. എന്റെ സഹോദരങ്ങളെ, ലോകത്തിന്റെ സൃഷ്ടിപ്പ് തന്നെ വെള്ളത്തിൽ നിന്നാണ്. ആർക്കും അതിൽ എതിരഭിപ്രായമില്ല. അള്ളാഹു പറഞ്ഞത് എന്താണ്? വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ فمنهم من يمشي على بطنه ومنهم من يمشي على رجليه ومنهم من يمشي على أربع. അല്ലാഹു പറയുകയാണ്, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിയെയും അല്ലാഹു പടച്ചത് വെള്ളത്തിൽ നിന്നാണ്. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ഫമിൻഹും മൻ യംശി അലാ ബത്നിഹി. ആ ജീവികളിൽ ചിലത് വയറിന്മേൽ ഇഴഞ്ഞു നടക്കുകയാണ്. വയറിന്മേൽ ഇഴഞ്ഞു നടക്കുകയാണ് ഇഴജന്തുക്കള്. അവരെയും പടച്ചത് വെള്ളത്തിൽ നിന്നാണ്. അല്ലാഹു പറയുന്നു, വമിൻഹും മൻ യംശി അലാ റിജ്ലൈഹി. 2 കാലിൽ നടക്കുന്നവനുണ്ട്, മനുഷ്യനാണ്. അവനെയും അല്ലാഹു പടച്ചത് വെള്ളത്തിൽ നിന്നാണ്. വമിൻഹും മൻ യംശി അലാ അർബഅ. ചിലർക്ക് 4 കാലിൽ നടക്കുന്നവരാണ്. സൂറത്തുൻ നൂർ പരിശോധിച്ചാൽ കാണാം, അത് 4 കാലികളാണ്. എന്നിട്ട് അല്ലാഹു പറഞ്ഞതെന്താണ്? മുഴുവനെയും പടച്ചത് അല്ലാഹു വെള്ളത്തിൽ നിന്നാണ്, ജലത്തിൽ നിന്നാണ് അല്ലാഹു തആല പടച്ചത്. എന്റെ സഹോദരങ്ങളെ, ഈ വെള്ളം എങ്ങനെ വരുന്നു? നന്ദി വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ. ഓരോ ജലദിനം എത്തുമ്പോ നമ്മൾ ഏതെങ്കിലും ഒരു ദിനപത്രത്തിൽ ഒരു ചെറിയ ലേഖനം എഴുതിയത് കൊണ്ടായില്ല. ജലദിനമാണ് എന്ന് കൂട്ടുകാരനോട് പറഞ്ഞത് കൊണ്ടായില്ല. ഒരു വെള്ളം ഇങ്ങനെ ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ ഫോട്ടോ കൊടുത്തിട്ട് അതിന്റെ മുമ്പിൽ ചെന്ന് സെൽഫി എടുത്തിട്ട് ലോക ജലദിനമാണെന്ന് ഫേസ്ബുക്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പോസ്റ്റ് ചെയ്തത് കൊണ്ടായില്ലല്ലോ. ജലദിനം എന്ന് പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട്. അല്ലാഹു ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാഅല്ലദീ തശ്റബൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഉണ്ടല്ലോ, അതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ലി അം നഹ്നുൽ മുൻസിലൂൻ. അല്ലാഹു പറയുകയാണ്, നിങ്ങളാണോ മേഘത്തിൽ നിന്ന് മഴയിറക്കിയത്? നിങ്ങളാണോ വെള്ളത്തെ മേഘത്തിൽ നിന്ന് താഴോട്ടിറക്കിയത്? അതോ ഞാനാണോ വെള്ളത്തെ ഇറക്കിയത്? എന്നിട്ട് അല്ലാഹു പറയുകയാണ്, ലൗ നശാഉ ജഅൽനാഹു ഉജാജാ. ആ വെള്ളത്തെ ഞാൻ ഉപ്പുരസമുള്ള വെള്ളമാക്കിയിരുന്നെങ്കിൽ, ഉപ്പുരസമുള്ള വെള്ളമാക്കിയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ കുടിക്കുമായിരുന്നു? ഫലൗലാ തശ്കുറൂ. നിങ്ങൾ എന്തേ നന്ദി കാണിക്കാത്തത്? എന്റെ സഹോദരങ്ങളെ, മഴ പെയ്തിട്ട് ആ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. മഴയില്ലെങ്കിൽ ലോകം തന്നെ ഇല്ല. വെള്ളമില്ലെങ്കിൽ ലോകമില്ല. കറണ്ടില്ല, മറ്റ് ജീവികളില്ല, നമുക്ക് കഴിക്കാനൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വെള്ളം അല്ലാഹു ഇറക്കിയിട്ട് ചോദിക്കുന്നു, മക്കളെ നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ എന്തേ നന്ദിയില്ലാത്തവരായി പോയത്? ഈ ഇറക്കിയ വെള്ളം നിങ്ങളാണോ ഇറക്കിയത്, ഞാനാണോ? ഇനി ഞാൻ ഇറക്കിയ വെള്ളം തന്നെ ഉപ്പ് കലർന്ന വെള്ളമായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? അല്ലാഹു രണ്ടാമത് ചോദിച്ചു, ഖുൽ അറഅയ്തും മിൻ അസ്ബഹ മാഉകും ഗൗറൻ ഫമയതീകും ബിമാഇൻ മഈൻ. അല്ലാഹു ചോദിക്കുകയാണ്, വെള്ളം പുറത്തോട്ട് വരാതെ അല്ലാഹു ഭൂമിയെ ഉറപ്പിച്ച് ആ വെള്ളം ഭൂമിയുടെ അടിത്തട്ടിൽ ഉറച്ചുപോയി. ഒരു തുള്ളി വെള്ളം പോലും ബോർവില്ലായിരുന്നാലും മറ്റ് സംവിധാനങ്ങൾ വെച്ചായിരുന്നാലും നിങ്ങൾക്കൊരു തുള്ളി വെള്ളം കിട്ടിയില്ലായിരുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? വെള്ളം എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു നമുക്ക് നൽകിയ അമാനത്താണ്. വെള്ളം അല്ലാഹു നമുക്ക് നൽകിയ അമാനത്താണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ 5 മിനിറ്റ് പറയാൻ. എന്റെ സഹോദരങ്ങളെ, ഈ അമാനത്തായി അല്ലാഹു നമ്മെ ഏൽപ്പിച്ച വെള്ളത്തിനോട് 2 കടമ നമുക്കുണ്ട്.
ഏതൊക്കെയാണ്? ലോക ജലദിനത്തിന്റെ അന്ന് എന്റെ ശബ്ദം ശ്രവിക്കാൻ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട ആയിരങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വെള്ളവുമായി ബന്ധപ്പെട്ട് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, അമിതമായി നമ്മൾ ഒരു കാര്യത്തിന് നമ്മൾ വെള്ളം ചെലവാക്കാൻ പാടില്ല. ഇന്ന് നിങ്ങൾ നോക്ക്, 25 രൂപയുടെ മിനറൽ വാട്ടറിന്റെ അല്ലെങ്കിൽ ആ ഒരു കുപ്പിവെള്ളം വാങ്ങി കുടിക്കേണ്ട ഗതികേടാണ് അല്ലേ സഹോദരങ്ങളെ? പല നാടുകളിലും ഒരു കുടം വെള്ളത്തിന് വേണ്ടി മണിക്കൂറുകളോളം ലൈൻ പൈപ്പിന്റെ മുമ്പിൽ ക്യൂ നിൽക്കേണ്ട ഗതികേട് പല രാജ്യത്തിന്റെ സംസ്ഥാനങ്ങളിലും എന്റെ പ്രിയപ്പെട്ടവരെ നിലവിലുണ്ടാകുമ്പോ മനുഷ്യന് വെള്ളം കുടിക്കാനില്ലാത്ത സമയത്താണ് അള്ളാഹു നമുക്ക് സുലഭമായി നൽകിയ വെള്ളം നമ്മൾ ദുർവ്യയം ചെയ്യുന്നത്. പാടില്ല. മഹാനായ സഈദ് റളിയല്ലാഹു തആല ഒന്നുവെടുത്തോണ്ട് നിൽക്കുമ്പോ നബിതങ്ങൾ അതുവഴി വന്നു എന്നാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ അമിതമായുള്ള ഉപയോഗം കണ്ടപ്പോ സഈദ് റളിയല്ലാഹു അൻഹുവിനോട് അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഈ സഈദേ, നീ എന്തിനാ ഇങ്ങനെ അമിതം കാണിക്കുന്നത്? പാടില്ല. ആ സമയത്ത് സഈദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ഒന്നുവെടുക്കുന്നതിലും ദുർവ്യയമുണ്ടോ? ഒന്നുവെടുക്കുന്നതിലും അമിതമായ ഉപയോഗം എന്നുള്ളതുണ്ടോ? ആ സമയത്ത് നബിതങ്ങൾ പറഞ്ഞു, ഉണ്ട് സഈദേ, വഇൻ കുന്ത അലാ നഹ്രിൻ ജാരിൻ, നീ ഒഴുകുന്ന ഒരു നദിയിൽ നിന്ന് ഒന്നുവെടുത്താലും 3 പ്രാവശ്യത്തെ കൂടുതൽ നീ ചെയ്യാൻ പാടില്ല. നമ്മളാണെങ്കിലോ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് പള്ളിയിലേക്ക് വന്നു കഴിഞ്ഞാല് പള്ളിയുടെ ടാപ്പ് അങ്ങോട്ട് തുറന്നു വിട്ടിട്ട് നമ്മൾ എന്താ ചെയ്യാ? കൈ കഴുകേണ്ടതിന് പകരം തോൾ മുതൽ അങ്ങോട്ട് കഴുകും അല്ലേ? മുണ്ടൊക്കെ അങ്ങോട്ട് മടക്കി കുത്തിയിട്ട് നെരിയാണിക്ക് താഴെ കഴുകൽ അത് നിർബന്ധമാണ്. അല്പൊന്ന് കയറ്റി കഴുകിക്കോളി. അതും മുഖത്തിന്റെയും മുൻകൈയുടെയും വിഷയത്തിൽ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ഞാനും നിങ്ങൾ തുറന്നു വിട്ടിട്ട് ഇങ്ങനെ ഇതിനിടയിൽ ഫോൺ വന്നാൽ വെള്ളം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും, നമ്മൾ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കും. അള്ളാന്റെ വെള്ളമല്ലേ പൊക്കിവിട്ടെന്ന് നമ്മൾ കരുതുന്നത്. അതേസമയം നിന്റെ വീട്ടിലാണെങ്കിലോ മലമൂത്ര വിസർജനം ചെയ്താൽ പോലും ടിഷ്യൂ പേപ്പർ കൊണ്ട് ഉപയോഗിക്കുന്നത്. വെള്ളമില്ല. വെള്ളം ഉണ്ടെങ്കിൽ തന്നെ കറണ്ടിന് ചാർജ് കൂടുതലാ. അപ്പൊ അള്ളാന്റെ പള്ളിയിലാണെങ്കിലോ ഒരു മടിയുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഈദ് റളിയല്ലാഹു അൻഹു എന്ന അനുചരനോട് ഒന്നുവെടുത്തപ്പോൾ പോലും റസൂലുള്ളാഹി പറഞ്ഞത് വെള്ളം അമിതമായി ഉപയോഗിക്കാൻ പാടില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഉസ്താദെ അതുകൊണ്ടല്ല, മനഃപൂർവ്വമല്ല, ഒന്നുവെടുത്താലും എനിക്കൊരു വസ്വാസ് 2ആയോ 3ആയോ 4ആയോ എന്നൊരു ചിന്ത. അതിനെന്താ വേണ്ടെന്നറിയോ? വെള്ളവുമായി ബന്ധപ്പെട്ടൊരു ശൈത്താനെ അള്ളാഹു പടച്ചിട്ടുണ്ട്. അതിന്റെ പേര് വലഹാൻ എന്നാണ്. ഒന്നുവെടുക്കുന്ന സമയത്ത് ശൈത്താൻ നിങ്ങളുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്നതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം പറഞ്ഞ പ്രശ്നങ്ങൾ തീരും. അതാണ് ഒരു സദസ്സിലെ സംഘാടകൻ ദുആ ചെയ്യാൻ വേണ്ടി എഴുതി തന്നു, ഭാര്യയുടെ വസ്വാസം മാറാൻ വേണ്ടി ഉസ്താദ് ദ്വാരക്കണം. ഒരു ദിവസം ഏറ്റവും കുറഞ്ഞ 5 പ്രാവശ്യമാണ് മോട്ടർ ഇടുന്നത്. അദ്ദേഹം പറഞ്ഞതാണ്, എത്ര കുളിച്ചാലും അവർക്ക് കുളിച്ചതായിട്ട് തോന്നൂല, എത്ര ഒന്നുവെടുത്താലും ഒന്നുവെടുത്തായിട്ട് തോന്നൂല. വസ്വാസ് വലഹാനെന്ന് പറയുന്ന പിശാചിന്റെ ഇടപെടലാണ് പെങ്ങളെ. അതുകൊണ്ട് നമ്മൾ അഊദു ഓതിക്കോളി. അതുകൊണ്ട് വെള്ളം അമൂല്യമാണ്. നന്ദിയായി രണ്ടാമത് നമ്മൾ ചെയ്യേണ്ട കാര്യം, ഒരിക്കലും കുടിവെള്ളം മുടക്കാൻ പാടില്ല. പ്രത്യേകിച്ച് ഇനി അങ്ങോട്ട് വളരെ പ്രയാസമാണ് വെള്ളം കിട്ടാൻ. പാലക്കാട് ജില്ലയുടെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ടവരെ, കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇന്ന് വീടാന്തരം ആളുകൾ കയറി വെള്ളം കോരിക്കൊണ്ട് അവരുടെ കൂരകളിലേക്ക് പോകേണ്ട അവസ്ഥയാണ്. ഇന്ന് വെള്ളമില്ലാത്ത അവസ്ഥയിൽ വെള്ളം ഒരിക്കലും നമ്മൾ തടഞ്ഞു വെക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ യുദ്ധത്തിന് പോകുന്ന സഹാബത്തിന് പ്രത്യേകം വിളിച്ചിട്ട് നബിതങ്ങൾ പറയുമായിരുന്നു, നിങ്ങൾ ഒരു കാരണവശാലും അവരുടെ ജലാശയത്തെ തടഞ്ഞു വെക്കരുത്, കുടിവെള്ളം നിഷേധിക്കരുത് എന്ന്. സഹാബത്തിനോട് ശത്രുക്കളുടെ പോലും കുടിവെള്ളം നിഷേധിക്കരുതെന്ന് പഠിപ്പിച്ച പ്രവാചകനാണ്. ഈ ലോക ജലദിനത്തിന് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, വെള്ളം നിങ്ങൾ ഒരിക്കലും ആർക്കും നിഷേധിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞല്ലോ, മദീനയിൽ ഒരു വേശ്യയായ ഒരു പെണ്ണുണ്ടായിരുന്നു, അഭിസാരികയായ പെണ്ണ്, സ്വന്തം മാംസം വിട്ട് ശരീരം വിട്ട് അവളെ ജീവിതത്തിന്റെ അന്നം തേടിയിരുന്ന ഒരു വേശ്യയായ പെണ്ണ്. ആ പെണ്ണ് വഴിയോരത്ത് മരുഭൂമിയിലൂടെ നടന്നു പോകുന്ന സമയത്തല്ലേ ഒരു നാവ് വീട്ടിയിട്ട് ഒരു ജലാശയത്തിന്റെ ഒരു കിണറിന്റെ ചാരത്ത് വന്ന് മണ്ണ് തിന്നുകയാണ്. അവക്ക് മനസ്സിലായി ദാഹിച്ചിട്ടാണ് എന്ന്. എല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. അവൾ എന്ത് ചെയ്തെന്നറിയോ? അവളുടെ കാലിൽ കിടന്ന ഖുഫയൂരി, അവളുടെ മുഖത്തിട്ടിരിക്കുന്ന ആ തട്ടമെടുത്തു, എന്നിട്ട് അതിനെ കയറാക്കിയിട്ട് ഈ പറയുന്ന ഖുഫയെ എന്റെ സഹോദരങ്ങളെ ഒരു പാത്രമാക്കിയിട്ട് കിണറിലേക്കിട്ടു. അതിൽ നിന്ന് വെള്ളം എടുത്തിട്ട് നായക്ക് കൊടുത്തപ്പോൾ നാട്ടിലെ ഏറ്റവും വലിയ വേശ്യാവൃത്തി നടത്തി ജീവിച്ച പെണ്ണ്, അഭിസാരികയായ പെണ്ണ്, സ്വന്തം ശരീരത്തെ മറ്റുള്ളവന് രാത്രിയും പകലും കാഴ്ചവെച്ച പെണ്ണ്, നാട്ടുകാര് മുഴുവനും തിന്മയുടെ അവതാരമെന്ന് പറഞ്ഞ പെണ്ണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അവരുടെ മുഴുവൻ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു. ഒരു നായയ്ക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ ഒരു വേശ്യയായ പെണ്ണിന് അല്ലാഹു പാപം പുറത്തു കൊടുത്തെങ്കിൽ ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താണ്?
പല രാജ്യങ്ങളിലും എന്റെ പ്രിയപ്പെട്ടവരെ മനുഷ്യന് വേണ്ടി കിട്ടുന്ന നാൽക്കാലികളെ വേട്ടയാടുമ്പോ, മനുഷ്യന്റെ ജീവന് വേണ്ടി കിട്ടുന്ന നാൽക്കാലികളെ വേട്ടയാടുമ്പോൾ ഒരേ ഒരു രാജ്യത്തിൽ മാത്രമാണ് നാൽക്കാലികൾക്ക് വേണ്ടി മനുഷ്യനെ വേട്ടയാടുന്നത്. അത് ഇന്ത്യ മഹാരാജ്യമാണ്. കണ്ടില്ലേ, സുമേഷ് എന്ന് പറയുന്ന ചാലിശ്ശേരിക്കാരനായ സുമേഷ്, അവനെന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഝാർഖണ്ഡിലെ പാവപ്പെട്ട രണ്ട് പൊന്നും സഹോദരങ്ങളെ, പൂത്തുകച്ചവടക്കാരായ രണ്ട് സഹോദരങ്ങളെ അടിച്ചു കൊന്ന് കെട്ടിത്തൂക്കി. നിങ്ങൾ അറിയണം, ആ ചെറുപ്പക്കാരൻ സുമേഷ് ഇന്ത്യ എന്ന് പറയുന്ന എന്ന് പറയുന്ന ആദ്യത്തെ അക്ഷരത്തിന് പകരം ഒരു മനുഷ്യൻ ഇങ്ങനെ മരത്തിൽ കെട്ടിത്തൂക്കി നിർത്തിയിരിക്കുന്ന ചിത്രം കൊടുത്തു. എന്നിട്ട് എൻ, മൂന്നാമത് ഡി, നാലാമത് ഐന് പകരം മറ്റൊരു ഒരാളെ തൂക്കി നിർത്തിയിരിക്കുന്ന ഫോട്ടോ കൊടുത്തു. രണ്ടുപേരെയാണ് തൂക്കിക്കൊന്നത്, രണ്ടുപേരെയാണ് കൊന്നിട്ട് തൂക്കി കെട്ടിയത്. എന്റെ സഹോദരങ്ങൾ എന്നിട്ട് അവസാനം ഇട്ടു ഇന്ത്യ ഇന്ത്യ എന്ന ആ ഒരു എംബ്ലത്തില് NDA സർക്കാർ ഭരിക്കുന്ന രാജ്യത്ത് രണ്ട് ജീവനെ അടിച്ചുകൊന്ന് കെട്ടിത്തൂക്കി എന്നുള്ള ആ ഒരു ചിത്രം കണ്ടിട്ട് ഇന്ന് ആ സുമേഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സുമേഷ് എന്നാണ്, ചാലിശ്ശേരിക്കാരൻ, തൃശ്ശൂർ ജില്ലക്കാരൻ, അവരൊന്ന് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലേ? മനുഷ്യനെ തല്ലിക്കൊല്ലുന്നിട്ട് ചോദിക്കാനും മനുഷ്യനായി പിറന്ന ഒറ്റ ഒരുത്തൻ ഇല്ലാതായി പോയല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. ഞാൻ പറയുന്നു, ഒരിക്കലും ഒരു പശുവിന്റെ പേരിലല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പശു കുറച്ച് തിന്നുന്നവരാണെന്ന് പറഞ്ഞ ശ്രീ വെള്ളാപ്പള്ളി നടേശന് കേരളത്തിന്റെ മണ്ണിലുണ്ടാകുമായിരുന്നില്ല, കൊന്നുകളയുമായിരുന്നു. പശുവല്ല വിഷയം. പശുവാണ് വിഷയമെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പോത്തിറച്ച് കഴിക്കുന്നത് പോലുള്ള സ്വാതന്ത്ര്യം പശുവിറച്ച് കഴിക്കുന്നവന് കൊടുക്കണമെന്ന് പറഞ്ഞ VT ബൽറാം ഇന്ന് കേരളത്തിന്റെ മണ്ണിൽ ഉണ്ടാകുമായിരുന്നില്ല. പശുവല്ല പ്രശ്നം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പശുവിനെ കൊല്ലുന്നതും തിന്നുന്നതും പുണ്യമാണ്, അതാണ് പുണ്യമെന്ന് പറഞ്ഞ കേരളത്തിന്റെ നടനായ മധു കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അപ്പൊ പശുവല്ല വിഷയം. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അറിയാതെ പോയ പൊട്ടന്മാരാ നമ്മൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരിക്കലും നമ്മൾ കുടിവെള്ളം നിഷേധിക്കാൻ പാടില്ല. ആർക്കും നമ്മൾ കുടിവെള്ളം നിഷേധിക്കാൻ പാടില്ല. അള്ളാഹു മനസ്സിലാക്കാനുള്ള ബോധം തരട്ടെ. അതുകൊണ്ട് മറ്റുള്ളവർക്ക്